ഈ രാംചരൻ്റെ ഇപ്പോൾ താൻ ചോദിച്ച ഫോട്ടോ ഗംഗ ഹോസ്പിറ്റലിലാണ് സർജറി കഴിഞ്ഞതെന്നാണ് പറയുന്നത്. കോയമ്പത്തൂരുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. പക്ഷെ അവിടെ നിന്ന് അറിയാൻ പറ്റിയ റിലയബിൾ സോഴ്സിൽ നിന്ന് TFCC ഇഞ്ചുറി എന്ന് പറയുന്നത്. TFCC ഇഞ്ചുറി എന്ന് പറയുന്നത് ജോയിന്റിന്റെ തൊട്ട് മേളിൽ 2 എല്ലുകൾ തീരും. അതാണ് റേഡിയസ് ആൻഡ് അൾന എന്ന് പറയുന്നത്. അതിനാണ് DRUJ. ആ DRUJ കണക്ട് ചെയ്യുന്ന ഒരു ലിഗമെന്റാണ് നമ്മൾ TFCC, ട്രയാങ്കുലർ ഫൈബ്രോ കാർട്ടിലേജ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൽ കാർട്ടിലേജ് ഉണ്ട്, ലിഗമെന്റ്സും ഉണ്ട്. ഇത് സാധാരണ പറ്റുന്നത് നമ്മൾ കൈ തെറ്റി വീഴുമ്പോഴോ, റാക്കറ്റോ സ്പോർട്സോ, ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നവർക്കോ, പിന്നെ പ്രായമായിട്ടുള്ളവർക്കും വരാം. അങ്ങനെ വരുന്ന ഇഞ്ചുറിക്കാണ് ഈ TFCC ഇഞ്ചുറി എന്ന് പറയുന്നത്. അത് വലിയ കാര്യമായിട്ടല്ല, പക്ഷേ ഇതിന് ഭയങ്കര പെയിനാണ്. കൈ കുത്തി എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു താക്കോലിട്ട് പോലും കൈ തുറക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, പെയിനായിട്ടാണ്. അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഇതിനൊരു പിയാനോ കീ സൈൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമ്മളൊരു എല്ലിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് അതിനെ മറ്റേ എല്ലിനെ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ പിയാനോ കീ പൊങ്ങും താഴെയും ചെയ്യും. ഇതിനാണ് പിയാനോ കീ സൈൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഫോബിയ സൈൻ എന്ന് പറയാം. ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, അവിടെ നിൽക്കുമ്പോൾ പേഷ്യൻറ്റിന് പെയിൻ വരും. ഇതൊക്കെ ചെറിയതായിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. പക്ഷെ MRI ആണ് എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ ഡോക്ടേഴ്സിനും പരീക്ഷയ്ക്കും ട്രീറ്റ്മെൻറ്റിനും. എനിക്കത് കേട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ലളിതമായിട്ട് പറഞ്ഞുതരാം. അക്യൂട്ട് ഇഞ്ചുറി, ക്രോണിക് ഇഞ്ചുറി. പെട്ടെന്ന് പറ്റുന്ന ഇഞ്ചുറിക്കാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇടും. ഒരു 6 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടിരുന്നു, ഫിസിയോതെറാപ്പി, അതിൻ്റെ കൂടെ ചെറിയ വേദനയുടെ മരുന്നും എക്സസൈസൊക്കെ പറഞ്ഞു കൊടുക്കും. പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞും കുറച്ച് സമയമൊക്കെ എടുക്കും അതൊന്ന് ശരിയാവാനായിട്ട്. ഇതല്ലാത്ത ക്രോണിക് ഇഞ്ചുറീസ് എന്ന് പറയും. അതായത് ഇതൊന്നും ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് സർജറിയാണ് അതിനുള്ള വഴി. സർജറി എന്ന് പറയുന്ന കീഹോൾ ആർത്രോസ്കോപ്പിക് സർജറിയാണ്. ചിലത് റിപ്പയർ ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് ഷേവ് ചെയ്ത് വിടാനേ പറ്റുള്ളൂ. അതും കഴിഞ്ഞ് ഒരു 6-8 മാസമൊക്കെ എടുക്കും ഇതൊന്ന് ശരിയാവാൻ. ഇതിലേതാണ് ചരൺ ഭായിക്ക് പറ്റിയെന്നറിയില്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ. ഇനി ഇതൊക്കെ തന്നെയാണോ ഇഞ്ചുറി എന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു, താൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു.